ഇനിയും ഒരു പുതിയ ദിവസം നമുക്ക് ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നതിനാൽ സ്തോത്രം. കഴിഞ്ഞ രാത്രികൾ വിശ്രമിച്ച അനേകർ ഈ പകൽ കാണാതെ വണ്ണം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകർ സമാധാനമില്ലാത്തവരായി ആയിരിക്കുമ്പോൾ സമാധാനത്തോടും സന്തോഷത്തോടും ഒരു പുതിയ ദിവസം കൂടി ദൈവസന്നിധിയായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നതിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വാക്യത്തിന് അല്പം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന് 31-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന ആ കാര്യങ്ങൾ തന്നെയാണ്. സുന്ദരമെന്ന ദേവാലയത്തിന് മുൻപിൽ കഷ്ടതയിലായിരുന്ന എഴുന്നേൽപ്പാനോ നടപ്പാനോ കഴിയാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അവനെ അപ്പോസ്തലന്മാർ സൗഖ്യമാക്കി. സൗഖ്യമാക്കിയപ്പോൾ എല്ലാവരും ഇവരെ ഉറ്റുനോക്കി ഇവരെന്തോ ചെയ്തതുപോലെ ഇവരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങളെന്താ ഞങ്ങളെ നോക്കുന്നത്? ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല, നിങ്ങൾ ക്രൂശിച്ചവനായ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തതാണ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ജനം അവരെ ഉപദ്രവിപ്പാൻ അവരെ കഷ്ടത്തിലാക്കുവാൻ പോയപ്പോൾ പ്രതികൂലങ്ങൾ മധ്യേ ഒരു ധൈര്യത്തോടെ നിന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവരെ ജനം ഉപദ്രവിച്ച് അടിച്ച് അവരെ പറഞ്ഞയക്കുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. നമുക്ക് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പറയുമ്പോൾ നമുക്ക് ഉപദ്രവങ്ങൾ നേരിട്ടാൽ നാം ഭാരപ്പെടേണ്ട. നാം ദൈവനാമത്തെക്കുറിച്ച് അവരോട് പറയാം. അങ്ങനെ പറയുമ്പോൾ ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് നാം ആയിരിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തിരുവചനം ശക്തമായി പറയുന്നുണ്ട്. ആമേൻ. ആ സൗഖ്യമായ മനുഷ്യനെക്കുറിച്ച് വായിക്കുമ്പോൾ അവന് 40-ലധികം വയസ്സുണ്ടായിരുന്നു. ദൈവമക്കളെ, പ്രായങ്ങളോ വർഷങ്ങളോ ദൈവത്തിന് കണക്കല്ല. നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുന്നിലിരുന്ന് സൗഖ്യമാക്കിയ ആ വ്യക്തിയെപ്പോലെ സൗഖ്യമുള്ളവരായി ദൈവത്തിൻ്റെ വേലയ്ക്ക് പിന്നെയും പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് നാം ധൈര്യപ്പെടാതെ പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൈവമേ, ആമേൻ. കർത്താവേ, ആ സുന്ദരമെന്ന ദേവാലയത്തിന് മുൻപിലിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ ദൈവം സൗഖ്യമാക്കുവാൻ ഇന്ന് അവിടുത്തെ കരം നീട്ടുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് പകലിന്